ഗായ്സ്, ഞങ്ങളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നോർത്ത് വെയിൽസിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ വണ്ടി കയറി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനുള്ള പരിപാടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പോയ വഴിക്ക് നമ്മുടെ ഫ്രണ്ട് വിപിനും ഫാമിലിയും ഉണ്ടായിരുന്നു. അവർ സ്റ്റോക്ക് ഓൺ ട്രെൻഡിലാണ്. അപ്പോൾ ആ വഴിക്കാണ് പോയത്. അപ്പോൾ അവരും നമ്മുടെ കൂടെ വന്നു. ശരിക്കും വെയിൽസിലേക്ക് പോകുന്ന വഴിയും നല്ല ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഒരു ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പൊക്കെ. ഇംഗ്ലണ്ടിലേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലൻഡ് അടിപൊളിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടത് വെയിൽസാണ്. ഞാൻ പറയാൻ മറന്നു, എനിക്ക് കിട്ടി. നമ്മൾ വെയിൽസിലാണ് ഇപ്പോൾ. എങ്ങനെയുണ്ടാ ഡ്രൈവ്? കുഴപ്പമില്ലല്ലേ? ബ്ലോഗിങ് അല്ലേ, ഞാൻ കുറെ ബ്ലോഗിങ് ആണ് ശരിക്കും. കൊച്ചിനെ നോക്കണേ, റോഡ് നീ ആ ഫുട്ടേജ് ഒന്നും അയച്ചെന്നല്ലോടാ ഡ്രോണിന്റെ. ന്യൂസ് പേപ്പർ പോയി. ആ റോഡിന്റെ നടുക്ക് വെച്ചിട്ട് പുറത്തേക്കാ. ഡ്രോൺ പുറത്താ പോകുന്നത്. വെയിൽസ് സാറ്റലൈറ്റ് ഇല്ലാത്ത സ്ഥലമാണ് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കി. അധികം വരട്ട് നോക്കാൻ പറ്റുന്ന ഒന്നില്ല. അതെ, കണ്ണടിച്ചു. ഗ്ലാസ് എടുത്തിട്ട് ഞാൻ എടുത്തുണ്ട്. അങ്ങനെ കാത്തിരുന്ന് ബേസിലെത്തി. അവസാനം ബേസിലെ കുട്ടികളുള്ളതുകൊണ്ട് അവൻ പതുക്കെയാണ് വരുന്നത്. എന്താ, ഞങ്ങളൊരു റോഡ് സൈഡ് കണ്ട് നിർത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫാമിലി ഓരോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു. അത്യാവശ്യം നല്ലപോലെ ഫുഡ് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല. പപ്സ്, സാൻഡ്വിച്ച്, റോള്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കുടുംബശ്രീയാണോ? പപ്സ് ഉണ്ടാക്കാൻ തോന്നാത്ത ഭാഗ്യം. ഇങ്ങനെ ഒറ്റപ്പാടുണ്ട്. നമുക്ക് വൈകുന്നേരം മന്തി പോലത്തെ സാധനം ഉണ്ടാക്കാം. എന്ത് സാധനം ഉണ്ടാക്കിയാലും കഴിക്കാൻ പറ്റിയത് അത്രേ ഉള്ളൂ. മന്തി ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പ് പറയുന്നില്ല. മന്തി പോലത്തെ സാധനം നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അവിടുത്തെ ലിമിറ്റഡ്, അവിടെ ഇതില്ല, ബാർബിക്യൂ സാധനങ്ങളൊന്നുമില്ല. ഞാൻ എപ്പോൾ ക്യാമറ എടുത്താലും ചാവുച്ചണ്ടയിലായിരിക്കും ഇവൻ. ഈടാ ഇതൊന്നുമില്ലല്ലോ, സ്പൈസ് ഒന്നുമില്ലല്ലോ. വലിയ കുഴപ്പമില്ല. യേസിക്കുട്ടൻ പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പുള്ളിയുടെ ആദ്യത്തെ കാർ സീറ്റിലുള്ള യാത്രയാണ്. പുള്ളി ഇതിനു മുമ്പ് പ്രാമിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് ഞങ്ങളുടെ വീട്, ഞങ്ങൾ ബുക്ക് ചെയ്ത വീട്. ഇതൊരു 6 ബെഡ്റൂം ഹൗസാണ്. നമ്പർ ലോക്ക് അതിനുള്ള നമ്പറുണ്ട്. ഞങ്ങളിത് ഒരു ഒറ്റ ദിവസത്തെ ചെറിയൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. കാരണം എല്ലാവർക്കും സമയവും സൗകര്യമൊക്കെ ഒത്തു വന്നപ്പോൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും 2 ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യണമായിരുന്നു.
ഫോൺ കയ്യില്ലേ? ആ തോമസ് വീട്, നീ പുതിയ വീട് മേടിച്ചു അല്ലേ? എല്ലാരും കേറിക്കോളൂ, തോമസ് പുതിയ വീട് മേടിച്ചു. ആ വേഗം അതെ, ഭാര്യ ഭർത്താവ്. ആദ്യം കാർന്നോമാരെ കേട്ടെ. അടുക്കളയില്ലേ? ഓ എന്റെ മോനെ കിടുക്കണ അടുക്കള. കണ്ടിട്ട് അധികം വൃത്തികേടാക്കാത്തൊരു പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നു. ആ ഷുഗർ ഉണ്ട്, ഷുഗർ ടീ ഉണ്ട്. വൈനൊക്കെ തോമസ് കിടുക്കൻ കത്തി. ആ കത്തി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അല്ലല്ലേ, ആ ചായ അതിനകത്തുണ്ട് ഷുഗർ. പാലുണ്ടോ? പാലൊക്കെ ഉണ്ടെന്ന്. ആ അടിപൊളി. അയ്യോ എന്നെ പറ്റിയടാ. അയ്യോ ഇതിന്റെ ബാക്ക് സൈഡ് അത് ലോക്ക് അപ്പുറത്തേതായിരിക്കും. ഇവിടെ കയറുമ്പോ ഓ എന്ത് പറ്റിയടാ മുത്തേ? ഞാൻ തൊടും. ഇവിടെ ഒരു റൂം നമുക്ക് പിന്നെ അടിച്ച് ഓഫായി കിടക്കാൻ നിലത്തായാലും ഓ അത് കിടക്കണല്ലോ. അതെ അതെ ഇവിടെ ഉണ്ടല്ലോ. ആ കൊള്ളാലേ. ബേസിലെന്തേടാ? എന്തൊരു മൊത്തം എത്രാമത്തെ? ഓ നോ, ഇത് ബങ്ക് ബെഡാണോ? അതെ സെറ്റപ്പ് ഉണ്ട്. ആ നമ്മള് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണേ അടിച്ച് സെറ്റായിട്ട് ആ വീട് കൊള്ളാം. സെറ്റ് നമുക്ക് അത് കേട്ടാ മതി ഇതല്ലേ. നോക്ക കിടക്കാം വ്യൂവാ. No, there is a time there's 10. Where? Here. In that window. It's in the window. രാഹു ചേട്ടാ എന്നാ പരിപാടി? എന്നാ പരിപാടി? ആ സാറേ പരിപാടി? അതെ ആ അതെ അടുത്ത ഞാൻ അധികം വോയിസ് ഓവർ ആയിട്ട് ചളവാക്കുന്നില്ല. ഒന്നാമത് നമ്മുടെ സൗണ്ട് ശരിയല്ല. ഇതൊക്കെ സെറ്റാ. ഏതാ പുള്ളിയുടെ ആദ്യത്തെ ലോങ് യാത്ര ആയിരിക്കുമല്ലോ അത്. അവന്റെ നോക്കിയിട്ടിടണേ. വേറെ എന്തുമായാലും കുഴപ്പമില്ല, കുപ്പി ഒട്ടിക്കരുത്. കുപ്പിയിലാണ് നമ്മുടെ വൈബ് കൂടായിരിക്കണത്. തകർത്തു. അത് ഓരോടെ ഉണ്ടല്ലോടാ. ബാക്കി സിദ്ധു അങ്ങനെ അടുത്ത് കുടിച്ചോന്നോ സാറേ? ഞാനൊരു വ്ളോഗൊക്കെ എടുക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട്. ആ എനിക്ക് നല്ല സംശയമുണ്ട് നിന്നെ, അതാ ഞാൻ ചോദിച്ചത്. എപ്പോ പറഞ്ഞു? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പറഞ്ഞില്ലേ അത് നീ എന്താ പറയണ്ട, എനിക്ക് വിസ്കി മതി എന്ന്. നമ്മൾ അതെല്ലാം മേടിക്കുള്ളൂ. ഒളിപ്പിച്ച നിലയിൽ വീണ്ടും ഒരു പക്കാടി. രാജമദ്യം പിടിച്ചത്. ആ അതാ പറഞ്ഞ അമ്മാവൻ.
ഡ്രോൺ പറത്താൻ പറ്റിയ എന്റെ ഫോണിൽ റേഞ്ച് ഇല്ല, അവന്മാര് നോക്കിക്കൊണ്ടിരിക്കുക. അതെ, ആ ഇപ്പൊ മോന്തടിച്ച് വീണാനെ. നിങ്ങളിപ്പോ എന്തിനാ പോയ മെഡിക്കൽ ഇച്ചിരി ബഹളം ഉണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു. കറക്റ്റ് ലൈക്ക് I'm Snow and you're Peach. ഫോട്ടോ എടുക്കാൻ വരാൻ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ എത്തി. അപ്പം ഫസ്റ്റ് തന്നെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തു, പിന്നെ ബാക്കി എല്ലാവരും ഫോട്ടോ എടുത്തു. നമ്മുടെ ഫോട്ടോഗ്രാഫർക്ക് ഒരു ചാനലൊക്കെ ഉണ്ട്, ഇൻഫിനിറ്റ് ഫോട്ടോഗ്രാഫി എന്നും പറഞ്ഞിട്ട്. വണ്ടി ഓടിച്ച് അങ്ങ് പോകാല്ലേ? ഓ അത് കൊള്ളാലോ. ബാലാ ലേക്ക്, ഇതാണ് സുഹൃത്തുക്കളെ ബാലാ ലേക്ക്. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് പതുക്കെ അടുത്ത സ്ഥലം നോക്കി ഇറങ്ങി. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ബാലാ ലേക്ക്. ബാലാന്ന് തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട്. ഡിസ്കസ്റ്റി വാട്ടർ ഉണ്ടോ? അതെ, ആ കല്ലിന്റെ അവിടെ വരെ പോയി നനച്ചിട്ട് വരെ. ഇവിടെ പട്ടി അപ്പിടാ മൂത്രം ഒഴിക്കുക, അതിനെ കഴിക്കാനൊക്കെ ഉള്ള വെള്ളം. ബേസിൽ എന്നെ ലുക്കടാ ഫ്രെയിമിൽ കൂടെ കാണുമ്പോ എന്താ സെറ്റപ്പ്. ബേസിലാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ കേട്ടോ. UK ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ പുള്ളിയോട് പറഞ്ഞാൽ മതി. ഇൻഫിനിറ്റ് ഫോട്ടോഗ്രാഫി അതാണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്, നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കറക്റ്റ് ആണ്, മനസ്സിലായില്ല. ക്യാമറ ഓൺ ആക്കിയത് ബിബിന് വണ്ടി ഒന്ന് തിരിച്ചിടണമെന്ന് പറഞ്ഞു, കാരണം പുള്ളി വണ്ടി തിരിച്ചിട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ലേഡീസ് ഫോട്ടോ പോസിങ്ങിനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് റീൽസ് എടുക്കാനുള്ള പരിപാടിയുണ്ട്. അല്ല അതെന്നേരം വണ്ടി പഴയ വണ്ടിയിലാണ്, അതുകൊണ്ടല്ലേ. എന്റെ ആരെങ്കിലും പാൻറ് നനഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ തന്നെ ഇവിടെ കുണ്ടി നനഞ്ഞ് പാൻറ് നനഞ്ഞു കഴിഞ്ഞാൽ അവിടം വരെ. ഇത് നമ്മുടെ ശ്രീരാഗ് വാര്യർ ഫാമിലിയുടെ മഹിമയാണ്, ലതിക, ഞങ്ങളുടെ ലതിക ആൻറ്റി. ലേഡീസ് അവിടെ ഫോട്ടോ പോസിങ്ങിനുള്ള പരിപാടിയൊക്കെ കേട്ടോ. നമ്മുടെ ഒന്നും ഫോട്ടോ എടുക്കാൻ ആരുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് റിലാക്സ് ചെയ്തിട്ട് നൈസായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. തവണ ബിബിൻ വണ്ടി ഓടിച്ചു, ഞാൻ പുറകിൽ നിന്ന് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഈ മഞ്ഞ കളറിൽ കാണുന്ന സൂര്യൻ്റെ ലൈറ്റ് അടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന കേട്ടോ ഈ പ്ലാന്റ്സിലൊക്കെ, ചെടികളിലും ഇതിലൊക്കെ. ലേഡീസ് ഡാൻസ് സ്റ്റെപ്പ് ഇടുന്ന റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാം ചായ ഉണ്ടാക്കുവാണോ? നിങ്ങളെല്ലാം ചായ ഉണ്ടാക്കുവാണോ? എന്താ? അതെ, സാറ് എപ്പോഴും അതെ കേട്ടോ. സാറിന് ഒരു സ്ഥലത്തും കാണാൻ കിട്ടൂല. എത്ര നേരം പറഞ്ഞിരിക്കുക. ഞങ്ങള് കലാപരിപാടി ആരംഭിക്കാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ അതിനുള്ള പരിപാടികൾ കൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാവരും കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. തോമസാണ് നമ്മുടെ ഷെഫ്, പതിവ് പോലെ തന്നെ.
എടാ നമ്മളെന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ? മന്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മന്തി ആവുമ്പോൾ ദൈവത്തിന് എന്നാലും കുഴപ്പമില്ല. ഇനി വേറെ എന്തെങ്കിലും വേണോ? പ്രാവശ്യം നീ ഒരു തിരഞ്ഞു നോക്കിയാ തിരിഞ്ഞ സാരമേ. ഇതൊക്കെ മിച്ചറോ? ഇതൊക്കെ ഇവിടെ നിന്നു. ആന്റി എങ്ങനെയുണ്ടോ? സെറ്റല്ലേ? ഉറക്കം വന്നോ? 10 മണിയുടെ സമയമുണ്ട്. ആ അപ്പൊ കുഴപ്പമില്ല. മുട്ട പപ്സ്. മുട്ട പപ്സാ? വരുവാ വരുവാ. യാത്ര വ്ളോഗ്. ഇത് ഫോട്ടോയല്ല വീഡിയോ. ഇത് ഫോട്ടോയല്ല വീഡിയോ. പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന്റെ വിനയെന്നൊക്കെ പറഞ്ഞ ഭയങ്കര വിനയാണ്. അതെ, ഞങ്ങള് ഭക്ഷണം കഴിച്ച് ജീവിച്ചോടാ എന്റെ തോമസ് ആയിരുന്നു. ഉയ്യമ്മ ഗരം മസാലയും മുളക് പൊടി. കൊള്ളാലോടാ, അടിപൊളി. സ്ലോലി പ്രസ് ചെയ്യണേ, സ്ലോലി ചെയ്യണേ കേട്ടോ. എന്തായിടോ അവൻ? പാട്ട് വരണോ? പണ്ടത്തെ പാട്ട്. പണിയെടുക്കാന്നറിയണ്ടേ? നന്നായിട്ട് പണിയെടുക്ക. ഹലോ ഗൈസ്, നിങ്ങൾ എന്താ ചെയ്യണേ? We are Malayalis. ഓ എനിക്ക് വയ്യ. എന്താലേ ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ തരാന്ന് പറഞ്ഞാ. ഇതിന് മറച്ചണോ അല്ലേ? സാറിന്റെ കോക്ടെയിൽ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. വീട് നല്ല അടിപൊളി, നല്ല വലിയ സ്പേഷ്യസ് വീടായിരുന്നു. ഇവിടേക്ക് പിയാനോയൊക്കെ ഉണ്ട്. ചുമ്മാ പിയാനോയൊക്കെ ഞാൻ ട്രൈ ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല. എല്ലാം വെറും ഷോ ആണല്ലോ. മതിയായ ഗ്രാമഫോണാണല്ലോ എന്റെ പൊന്നു ചങ്ങാതി. ആ അതെ ശരിയാണല്ലോ. ഇതിനകത്ത് ബുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ ലൈറ്റൊക്കെ അടിപൊളിയുണ്ട്. എന്താ സാറിന് ഇഷ്ടപ്പെട്ടില്ല? സാറിന് ഇഷ്ടപ്പെട്ടില്ല? ദേ ഇവിടെ ഗ്ലാസ് ഇരിപ്പുണ്ടല്ലോ.
സാറേ കോക്ടെയിലിന്റെ അവസ്ഥ എന്തായി? എസിക്കുട്ടാ എന്നടാ നിങ്ങൾ അരി ഇടുവാണോ? അരി കഴുകുവാണോ? അടുപ്പത്തിട്ടോ? എന്താ നീ ഉദ്ദേശിച്ചേ? അടുപ്പത്തിട്ടിട്ട് അരി കഴുകുന്നോ? നല്ല സുഖമായിട്ട്. ഓ അത് ശരി ആണോ? സ്റ്റാറ്റസ് ഒക്കെ ഇടേണ്ടത്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ DJ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇത് കിടക്കാൻ DJ ആണോ? ആ അവിടെ പാട്ടുണ്ട്. എടാ അത് കണ്ണിലേക്ക് നോക്കല്ലേട്ടാ, എന്നെ കണ്ണടിച്ചോ ഫുള്ള് തല. അയ്യ അവിടെ തോറ്റു, അവിടെ തോറ്റേ. അതുകൊണ്ട് പരിപാടി നടത്താം നമുക്ക്. അതെ വൈൻഡപ്പ് ചെയ്തു, പരിപാടി വൈൻഡപ്പ് ചെയ്തു. ഓ ഞാൻ വിചാരിച്ചു ഇവരെന്താ പറ്റിയത് ഇങ്ങനെ ഇടക്കിടയ്ക്കും. ഇത് നിർത്തണേന് നിനക്ക് എന്തെങ്കിലും തന്നോ? പരിപ്പാടി ശരിക്കും പറയാം വൈറ്റ് റൈസിന്റെ കൂടെ അടിപൊളിയാണ്. നമ്മുടെ റൈസിന്റെ കൂടെ അത്ര സുഖമില്ല. വൈറ്റ് റൈസ് ഈ കുർദികളില്ലേ, കുർദികള് മറ്റേ ടർക്കിഷുകാര്, അവരൊരു പരിപ്പ് സൂപ്പ് അവരുടെ കടയിൽ മേടിക്കാൻ കിട്ടും. ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ മട്ടൺ സ്റ്റോക്ക് വെക്കും, ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞങ്ങളുടെ തലേദിവസം പരിപാടിയും ക്ഷീണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. ഇതൊന്നും തീരുമാനാക്കൂ, തീരുമാനാക്കൂ. ഇതും കിട്ടണ്ട മുട്ടേണം. എന്താടാ ട്രോളിനെ? 4 കൊല്ലം കിട്ടിയില്ലേ? എന്തിന് അടുത്ത കൊല്ലം പുതുക്കും. ഇതാ വീടിൻ്റെ പരിസരം കേട്ടോ. ഈ ഓണേഴ്സ്, ഈ വീടിൻ്റെ ആൾക്കാർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണെന്ന് തോന്നുന്നു അതിൻ്റെ വീടിൻ്റെ പേര്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്താ പറയുക, ഡ്രൈവിൻ ബീച്ച്, നമ്മുടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് പോലത്തെ ഒരു ബീച്ചുണ്ട് ഇവിടെ. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഒത്തിരി വണ്ടി പിടിച്ചങ്ങ് പോകാം ബീച്ച് സൈഡിൽ കൂടെ. ഇത് ബ്ലാക്ക് റോക്ക് സാൻഡ് എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. ബീച്ച് കണ്ടതിൻ്റെ ആവേശത്തിൽ ചുമ്മാ ബീച്ചിൽ കൂടെ ഒന്നുകൂടെ റൗണ്ട് അടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വണ്ടിയൊക്കെ എടുത്ത് വീണ്ടും ഒരു റൗണ്ടൊക്കെ അടിച്ച് തിരിച്ചു വന്ന്. അത് കഴിഞ്ഞ് പിന്നെ ലേഡീസ് ഓരോരുത്തരായിട്ട് വണ്ടി എടുത്തു. പിന്നെ വിപിൻ വണ്ടി എടുത്തു. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ മറ്റേ ബിഗ് ബി സിനിമയിലെ ക്ലൈമാക്സാണ് എനിക്ക് ഓർമ്മ വരുന്നത്.
വലിയ മണൽ തീരവും അതിൻ്റെ അകത്ത് നമ്മൾ മാത്രവും കുറേ വണ്ടികളൊക്കെ വരുന്നൊരു സീനുണ്ടല്ലോ. ഗ്ലാസ് ഞാൻ പൊക്കിട്ടോ അടിച്ചല്ല ഇത്ര നേരം. കുഴപ്പമില്ല. രമ്യ ആദ്യമായിട്ടോ ബീച്ച് കണ്ടപ്പോൾ രമ്യയ്ക്കും ആവേശം. അപ്പോൾ രമ്യം ബീച്ചായതുകൊണ്ട് ഇതായിട്ടൊന്നും ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യത്തിലും പുള്ളിക്കാരി വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബഡ്ഗലേട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെ നിന്ന് ഒരു 40 minutes ഡ്രൈവ് ഉണ്ട്. ഒരു ചെറിയൊരു നല്ല ഗ്രാമം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. തോമസ് പോയിട്ട് അവൻ പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഒരു രക്ഷയില്ല. മാരക ബ്യൂട്ടി കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് മലയും അതിൻ്റെ റൈറ്റ് സൈഡിൽ അരുവി പോലെയോ എന്താ പറയുക റിവറാന്ന് തോന്നുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നിന്ന് ഫോട്ടോ എടുക്കാനും സ്ഥലമില്ല. ഒന്നാമത് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതാണ് ഒരു പ്രശ്നം. ഇത് അടിപൊളിയാണല്ലോ എൻ്റെ മോനത്. കാലത്തേക്കൊക്കെ സെറ്റാട്ടോ. വണ്ടി ഇടാൻ പറ്റും. എനിക്കവിടെ അവിടെ നിന്ന് നടന്നായിരിക്കും. ഇതാണ് ആ സ്ഥലം, സ്നോഡോണിയ ബഡ്ഗലേട്ട്. എടാ എങ്ങോട്ടാ പോണേ? എന്താ പോയില്ലേ? ചവിട്ടി തുറക്കാൻ പോണോ? ആവശ്യം നമ്മുടെ ആണല്ലോ. ഇവിടെ ഇരുന്ന് എന്തോ അത്യാവശ്യം നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ഇനി ചുമയും പനിയും വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എല്ലാവരും അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് നേരം സ്ഥലമൊക്കെ കണ്ട് അവിടെ സ്പെൻഡൊക്കെ ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അതിലെ പോണോ തോമസ്? തോമസിന് മാറ്റോക്ക് കിട്ടുന്നു. തോമസിന്റെ സ്ഥിര സ്ഥലം ഇതായിരിക്കും അല്ലടാ. അല്ല ഇത് ഞാൻ പിടിച്ചോണ്ട് എന്തെല്ലാം പാടമാണ്. വീഡിയോ എടുക്കണം, ഗേറ്റ് പിടിക്കണം. എന്താണ് ഉള്ളി ഇവിടെ ഇഷ്ടം പോലെ പുഴയൊക്കെ ഉണ്ട്. ആരും കാണുന്ന
തിരിച്ച് പോരുന്ന വഴിക്കാണെങ്കിൽ ഭയങ്കര കോട, ഒന്നും കാണാൻ പാടില്ല. കോട എന്ന് പറഞ്ഞാൽ മാരക കോട. ഇതൊക്കെ പിന്നെയും ഭേദമായിരുന്നു, പിന്നെ ഒട്ടും കാണണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ ഒരു മലബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് പിരിയാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അങ്ങോട്ട് വണ്ടിയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി തുടങ്ങി. ഞങ്ങൾ ഓൾറെഡി ടേബിളൊക്കെ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴിമന്തി, ബിരിയാണി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അധികം സമയമായിട്ടില്ലാന്ന് തോന്നുന്നു. അങ്ങനെ വോയിസ് ഓവർ ചെയ്ത് എനിക്ക് വലിയ ശീലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് ചെയ്ത വോയിസ് ഓവറാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.